ഒരുപക്ഷെ നിങ്ങൾ കയറാൻ പോകുന്ന സ്റ്റെയർ കേസിൽ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. എന്നാൽ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച് തുടങ്ങുക. മാർട്ടിൻ ലൂതർ കിങ് ഒരിക്കൽ പറഞ്ഞതാണ്, നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്ന യാത്ര എത്ര ദൂരമുണ്ടെന്ന്, എത്ര ചൂട് വെക്കണമെന്ന് അറിയില്ല, എങ്കിലും ഒന്നാമത്തെ ചൂട് വെക്കുക. നവംബർ മാസം 1-ാം തീയതി ആദ്യത്തെ ചുവട് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒരാനയെ തിന്നണമെങ്കിലും ഒരു കടിയിൽ ആരംഭിക്കണമെന്ന് ഡോക്ടർ PG വർഗീസ് പറഞ്ഞതുപോലെ ചെറുതിൽ ആരംഭിക്കാം, വലിയ ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരാം. അതുകൊണ്ട് പിന്നത്തേക്ക് ഒന്നും വെക്കരുത്. ഇന്നു മുതൽ പലതും ആരംഭിക്കുക. പ്രാർത്ഥന ആരംഭിച്ചിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ, ബൈബിൾ വായന ആരംഭിച്ചിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ, ഒരു പുതിയ തുടക്കത്തിന് ഞാൻ നവംബർ മാസം മുതൽ, അല്ലെങ്കിൽ ഈ വരുന്ന 60 ദിവസം എൻ്റെ ജീവിതത്തിൽ ഡിസംബർ 31-നുള്ളിൽ 2025 തീരുന്നതിനുള്ളിൽ 60 ദിവസത്തിനുള്ളിൽ ഞാൻ ഇന്ന കാര്യം സ്വന്തമാക്കിയിരിക്കും. ഒരു ലക്ഷ്യത്തോടെ പ്ലാൻ ചെയ്തിട്ട് ഇന്ന് ആരംഭിക്കാം. അതൊരു വലിയ ജയമായി മാറും. യേശു കർത്താവ് നിങ്ങൾക്ക് അതിനുള്ള കൃപ തരട്ടെ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഇന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് ഈ പുതിയ മാസം 12-ാമത്തെ അധ്യായത്തിൽ തന്നെ തുടരുകയാണ്. നവംബർ മാസം വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണും, വലിയ വിജയങ്ങൾ കാണും, വലിയ പുരോഗതികൾ കാണും. അതെല്ലാം കർത്താവിൽ ആശ്രയിക്കുന്നവർക്കെല്ലാം ധാരാളമായി കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രോസ് ജയിലിൽ കിടക്കുന്നു, യാക്കോബിനെ കൊന്നു. ഇപ്പോൾ പത്രോസിനെ കൊല്ലാൻ പിടിച്ചിരിക്കുന്നതിൻ്റെ തലേ രാത്രി ജയിലിൽ കിടന്നു. പത്രോസ് ഉറങ്ങുന്നു, സഭ ഉറങ്ങാതെ പ്രാർത്ഥിക്കുന്നു. പത്രോസിന് അവിടെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ ചോദിക്കും, എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ? ഇല്ല. പത്രോസിന് വാഗ്ദത്തമൊക്കെ ഉണ്ട്. പത്രോസ് അവിടെ കിടന്നുറങ്ങുകയാണ്. ദാവീദ് പറഞ്ഞ പോലെ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു. സമാധാനത്തോടെ ഉറങ്ങുന്ന ഒരു അഭിഷിക്തനെ നമുക്ക് കാണാം. ആ പ്രാർത്ഥനയും വിശ്വാസത്തിൻ്റെ ഉറക്കവും നടക്കുമ്പോൾ പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞവനെ ഉണർത്തി. അപ്പോൾ നമ്മെ ഉണർത്തുവാൻ കഴിയുന്ന ഒരു ദൂതൻ, നമ്മെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു ദൂതൻ, ചങ്ങലകളെ അഴിക്കാൻ കഴിയുന്ന ഒരു ദൂതൻ, വാതിലുകളെ തുറക്കാൻ കഴിയുന്ന ഒരു ദൂതൻ. കോടിക്കണക്കിന് ദൂതന്മാർ കർത്താവിന് സേനകളിൽ ഉണ്ട്, കർത്താവിൻ്റെ പട്ടാളത്തിലുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പീലാത്തോസിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനോട് ഇപ്പോൾ ചോദിച്ചാലും 12 ലീജിയൻ ബറ്റാലിയൻ പട്ടാളക്കാരെ എൻ്റെ പിതാവ് എനിക്ക് അയച്ചു തരും. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല, ഈ ഭൂമിയിലുള്ളതല്ല, എല്ലാവരും കാണുന്നത് പോലെയല്ല. ആത്മമണ്ഡലത്തിലെ സൈന്യമാണ് എൻ്റെ സൈന്യം. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യരെ യുദ്ധം ചെയ്ത് കൊല്ലാനല്ല, മനുഷ്യരെ ജീവിപ്പിക്കാനാണ്. എന്നാൽ എനിക്ക് ആത്മമണ്ഡലത്തിൽ യുദ്ധമുണ്ട്. ആ സമയത്ത് എൻ്റെ പട്ടാളം ഇറങ്ങി വരും. അതായത് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടെന്ന് എഫേസ്യർ 6:10 മുതൽ വായിക്കുമ്പോൾ പൗലോസ് എഴുതിയിരിക്കുന്ന കാര്യം, ആ യുദ്ധമാണ് യേശു കർത്താവിൻ്റെ സേന നിർവഹിക്കുന്നത്. എന്നാൽ സഭയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി യേശു കർത്താവിൻ്റെ സേനകളിൽ ഒരു ദൂതൻ ഇറങ്ങി വന്നു. ഒറ്റ ആളുടെ കാര്യമുള്ളൂ. അശൂർ പാളയത്തിൽ ഒരിക്കൽ ഒരു ദൂതൻ ഇറങ്ങി വന്ന് ശത്രു സൈന്യത്തെ, യഹസ്കിയാവിന് എതിരെയുള്ള ശത്രു സൈന്യത്തെ 1,85,000 പേരെ ഇല്ലാതെയാക്കി. യെശയ്യാവും യഹസ്കിയാവും കൂടി ഒന്ന് കൈകോർത്ത് പ്രാർത്ഥിച്ചു എന്നൊരൊറ്റ കാരണമാണ് 2 പേർ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ടു. ഒരു ദൂതൻ. ഇവിടെ സഭ മൊത്തം പ്രാർത്ഥിച്ചു, ഒറ്റ ദൂതൻ. ഒറ്റ ദൂതൻ്റെ ആവശ്യമുള്ളൂ. ദൂതൻ താഴും താക്കോലൊന്നും ആയിട്ടല്ല വന്നത്, വെറുതെ വന്ന് നിന്നാൽ മതി, എല്ലാം തന്നെ തുറന്നു പോയെന്നാണ്.
എല്ലാം ചങ്ങല അഴിഞ്ഞു. 8-ാമത്തെ വാക്യം, ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക. നീ മുന്നോട്ട് പോകാൻ പോവുകയാണ്, നീ തീർന്നെന്നല്ലേ വിചാരിച്ചത്, നീ അരകെട്ടുക, നിനക്ക് ദൂരെ യാത്രയാ. ചെരുപ്പിട്ട് മുറുക്കുക. മതി ഉറങ്ങിയത്, നീ ഇതുകൊണ്ടൊന്നും തീരുകയല്ല, നീ തുടങ്ങാൻ പോവുകയാണ്. അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക. നീ മുമ്പിൽ പോകണ്ട, ഞാൻ മുമ്പിൽ പോയിക്കോളാം, വിഷയങ്ങളെ ഞാൻ നേരിട്ടോളാം. വെളിയിൽ പട്ടാളക്കാർ നിൽപ്പുണ്ട്, മുൻപിൽ ഏറ്റവും ബലമുള്ള ഇരുമ്പഴികളുണ്ട്, നീ എൻ്റെ പുറകിൽ നിന്നാ മതി, വിഷയങ്ങളെ ഞാൻ നേരിട്ട് കൊള്ളാം. ഇത് തന്നെയാണ് പുറപ്പാട് പുസ്തകത്തിലൊക്കെ കാണുന്നത്. ഞാൻ ദുർഘടങ്ങളെ നിരപ്പാക്കേണ്ടതിന് ഒരു ദൂതനെ നിന്റെ മുമ്പാകെ അയക്കും. ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ദൂതന്മാരുണ്ട്. ഇന്നിത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, നിങ്ങളുടെ മുൻപിലുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. യേശുവിൻ്റെ ബറ്റാലിയൻ ആ പട്ടാളത്തിലുള്ള ആൾക്കാരാ. ഒരാളിറങ്ങിയാൽ മതി. ഇന്ന് നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നത്തിൻ്റെ പുറകിലൊരു പിശാചാണ്. അറുക്കുക, മുടിക്കുക, കൊല്ലുക, ഇത് പിശാചാണ്. ഈ പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കാനാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത് എന്ന് കർത്താവ് പറഞ്ഞു. യേശു വന്നത് നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താനാണ്. നിന്നെ ബന്ധിച്ച ബന്ധനം അഴിക്കാനാണ്. നിന്റെ വാതിലടച്ച പിശാചിൻ്റെ ആ പദ്ധതിയെ തുറക്കാനാണ്. അവൻ അടച്ചതിനെ തുറക്കാനാണ് കർത്താവിൻ്റെ പ്ലാൻ. ഇതാ ഒരൊറ്റ ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, നീ വസ്ത്രം പുതച്ച് ചെരുപ്പിട്ട് അര മുറുക്കിക്കൊണ്ട് എൻ്റെ പുറകെ വാ. നീ മുമ്പിൽ പോയിട്ട് ഒന്നും ചെയ്യണ്ട, ഞാൻ പുറകിലല്ല, ഞാൻ കാര്യങ്ങൾ ചെയ്തു കൊള്ളാം. ഇന്ന് ആരോടൊക്കെ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, നീ വെറുതെ എഴുന്നേൽക്ക്, നീ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോ. നിനക്ക് മുമ്പിൽ കർത്താവ് ദൂതന്മാരെ അയച്ച് ദുർഘടങ്ങളെ നിരപ്പാക്കും. എവിടെ ചെന്നാലും നിനക്കാരെങ്കിലും ഉണ്ടാവും. ഒരിക്കൽ ഞാനൊരു വിസയുടെ ആവശ്യത്തിന് ഒരു സ്ഥലത്ത് ചെന്നു. എന്നാൽ ആ ഓഫീസിൽ എനിക്ക് ആരും അവിടെ പരിചയമില്ല, അവിടെ ആരെയും കയറ്റത്തില്ല. അപ്പം എൻ്റെ മോൻ എൻ്റെ കൂടെയുണ്ട്, അവനാണ് എൻ്റെ വിസയുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നത്. അവന് മാത്രമേ, അപ്പം ഞാൻ നാട്ടിലില്ലായിരുന്നു, വേറെ യാത്രയിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഇത് എന്തൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് അറിയില്ല. ഒരു ഫയൽ എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, പപ്പേ ഞാനും ഉണ്ട്, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം. എനിക്ക് കാര്യമൊന്നും അറിയില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറയുകയാണ്, ഒരാളെ കയറ്റി വിടൂ, ആർക്കാണ് ഇൻ്റർവ്യൂ അയാളെ മാത്രം കയറിയാൽ മതി, വേറെ ആർക്കും ഇവിടെ കയറാൻ പെർമിഷൻ ഇല്ല. ആൾക്കാർ വഴിയിലോട്ട് ഇങ്ങനെ ക്യൂവാ. ഞാനാകെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എന്നെ മാത്രം കയറ്റി വിട്ടു. ഏതായാലും ഞാൻ അകത്തോട്ട് കയറി. ഞാനൊരു 3-4 ചൂട് വെച്ചിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ സെക്യൂരിറ്റികളെ കൂടി സല്യൂട്ട് ചെയ്ത് ഗേറ്റ് പെട്ടെന്ന് തുറക്കുന്നു. ഒരു VIP ആയിട്ടുള്ളൊരു മനുഷ്യൻ കാറിന് വന്ന് അവിടെ പാർക്ക് ചെയ്യുന്നു. എല്ലാവർക്കും അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ അനുവാദമില്ല. അദ്ദേഹത്തിൻ്റെ വണ്ടി സ്പെഷ്യലായ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യുന്നു. കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ എന്നെ പാസ്റ്ററേന്ന് വിളിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ് എന്ന് ഉറക്കെ വിളിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ എനിക്കറിയാവുന്ന ഒരാളാ. ഞാൻ ചോദിച്ചു, ബ്രദറെ എന്താ ഇവിടെ? അതേ പാസ്റ്റർ, ഞാൻ ഇന്ന് വെളുപ്പിന് 3 മണിക്ക് വന്നേ ഉള്ളൂ, എന്നാൽ എനിക്ക് ഉറങ്ങണമായിരുന്നു, ഉറക്കം വരുന്നില്ല, എനിക്കിവിടെ വരാനായിട്ട് തോന്നുകയാണ്, എനിക്കിന്നിവിടെ വരേണ്ട ഒരാവശ്യമില്ല, എന്നാലും ഞാൻ ഇന്നിവിടെ ഇങ്ങോട്ട് വരികയാണ്. ഞാൻ പറഞ്ഞു, അതിനൊരു കാര്യമുണ്ട്, ബ്രദർ വന്നാലേ ചിലപ്പോൾ കാര്യം നടക്കൂ. ചോദിച്ചു, എന്താ? ഞാൻ പറഞ്ഞു, ഇന്നതുപോലൊരു കാര്യമാണ്. അയ്യോ, അത്രേ ഉള്ളോ? പാസ്റ്റർ ഒന്നും ചെയ്യണ്ട, പാസ്റ്റർ എൻ്റെ പുറകെ ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ വെറുതെ പറഞ്ഞു, എൻ്റെ മോനുണ്ട്. ആണോ? അവൻ്റെ വണ്ടി, പാസ്റ്ററുടെ വണ്ടി വെളിയിലാണോ? എൻ്റെ വണ്ടിയും ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടു. പിന്നെ ഞങ്ങൾക്ക് VIP കുറേ,
ഞങ്ങൾ VIP കളായി. ഞങ്ങളുടെ കൂടെ കുറേ VIP കൾ, ഞങ്ങൾക്ക് സെക്യൂരിറ്റി ആയിട്ട് വരുന്നവർ പോലും VIP കൾ. ഇദ്ദേഹത്തിൻ്റെ പുറകെ അരകെട്ടി, ചെരുപ്പിട്ട് മുറുക്കി, വസ്ത്രം പുതച്ച് എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ പുറകെ ചെന്നു. ആ ഓഫീസിലോട്ട് ചെന്നിട്ട് പറഞ്ഞു, ഇരിക്കുന്നവരോട് പറഞ്ഞു, ഇതെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്, എല്ലാ കാര്യവും നോക്കിക്കണ്ട് ചെയ്തേക്ക്. പിന്നെ എല്ലാവരും, എനിക്ക് ക്യൂ ഒന്നുമില്ല, എല്ലാവരും ഞാനിരിക്കുന്ന സോഫയിൽ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന് എന്നെ ഒരു സോഫയിൽ ഇരുത്തിയിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാവരും ചെയ്തു തന്നു. എൻ്റെ വിദേശത്തേക്കുള്ള വിസയുടെ കാര്യത്തിൽ സാറ് ധൈര്യമായിട്ട് പൊയ്ക്കോ, തീർന്നു പരിപാടി. ഇതൊക്കെയാണ് ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ദൂതന്മാർ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഡൽഹി എയർപോർട്ടിൽ നിൽക്കുകയാണ്. ഞാൻ രാജസ്ഥാനിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. എന്നിട്ട് ഡൽഹിയിൽ നിന്ന് എനിക്ക് നേരെ ബാംഗ്ലൂർ ബദേലജി ചർച്ചിൽ ശുശ്രൂഷിക്കണം. ഞാനതിന് എയർപോർട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ ID പ്രൂഫ് എവിടെയോ പോയി. ID കാണിക്കാനില്ല. എയർപോർട്ടിലുള്ളവർ പറഞ്ഞു, ടിക്കറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, ID പ്രൂഫ് വേണം. ഞാൻ പറഞ്ഞു, സാറേ ഒരു നിവൃത്തിയില്ല. ഞാനിങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കുകയാണ്. അവർ പറഞ്ഞു, എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? അന്ന് ഈ മൊബൈലിനകത്തോ ഒരു പരിപാടിയില്ല, ഇന്നത്തെ പോലെ സേവ് ചെയ്ത് വെക്കുന്ന സംവിധാനമൊന്നും ഇല്ലാത്തൊരു സമയത്താണ്. ഇങ്ങനെ ഒരുമാരപ്പെട്ട ടെക്നോളജി എനിക്ക് അന്ന് അറിയില്ല, ഇന്നും കാര്യമായിട്ടൊന്നും അറിയില്ല. ചർച്ചിലെ പിള്ളേരൊക്കെ എല്ലാം ചെയ്തു തരുന്നത്. അപ്പോൾ ഞാനവിടെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരാൾ എയർപോർട്ടിനകത്തുനിന്ന് ഇറങ്ങി നടന്നു പോയിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് എൻ്റെ അടുത്തോട്ട് വന്നിട്ട്, പാസ്റ്ററാണോ? ഞാൻ പറയാം, അതെ. എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പറയാം, എനിക്ക് ID പ്രൂഫ് ഇല്ല, അതുകൊണ്ട് എന്നെ കയറ്റുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു പണി, എൻ്റെ പുറകെ പോര്. എൻ്റെ കയ്യിലോട്ട് കയറി പിടിച്ചിട്ട് എന്നെ പുറയിലാക്കിയിട്ട് അദ്ദേഹം കയറി എല്ലാ വഴി കൂടിയും എൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് എനിക്ക് ബോർഡിംഗ് പാസ് ഉണ്ടാക്കി എല്ലാം ചെയ്ത് ഫ്ലൈറ്റിനകത്ത് കയറ്റി എന്നെ ഇരുത്തിയിട്ട് ആ മനുഷ്യൻ പോയി. പിന്നീട് ആരാണെന്ന് പോലും അറിയില്ല. പല അനുഭവങ്ങൾ, ഇതുപോലൊരു 100 കണക്കിന് അനുഭവങ്ങൾ ഓരോ രാജ്യത്ത് വെച്ച് സംഭവിച്ചത് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇന്നും കർത്താവിൻ്റെ ദൂതന്മാർ നമുക്ക് വേണ്ടി മുന്നിൽ പോയി കാര്യങ്ങളെ ചെയ്യും. പുതപ്പ് പുതച്ച്, അരകെട്ടി, ചെരുപ്പിട്ട് മുറുക്കി എൻ്റെ പിന്നാലെ വന്നാൽ മതി. ആരോടൊക്കെയോ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, ഇന്ന് മുതൽ കർത്താവ് നിങ്ങളുടെ മുൻപിലൊരു ദൂതനെ അയച്ച് നിങ്ങളുടെ തടസ്സങ്ങളെ മാറ്റും. ഓഫീഷ്യലായിട്ടുള്ളതും നിങ്ങളുടെ യാത്രാപരമായിട്ടുള്ളതും, നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്കൊരു മുൻഗണന കിട്ടുന്ന നിലയിൽ നിങ്ങളുടെ തടസ്സങ്ങളെ കർത്താവ് മാറ്റിക്കളയും. നാളുകളായി കയറിയിറങ്ങുന്ന ഓഫീസുകളിൽ പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് വഴികൾ തുറക്കുന്നത്. ഇതുപോലെയുള്ള സംഭവങ്ങൾ നിങ്ങൾ കാണാൻ പോയി. എവിടെ ചെന്നാലും എൻ്റെ ഉള്ളിൽ പറയാനായിട്ട് 100 കണക്കിന് അനുഭവങ്ങളോ പൊങ്ങി വരുന്നു. എവിടെ ചെന്നാൽ ബൈബിൾ യാഥാർത്ഥ്യമാണ്. ഇന്നും കർത്താവ് അത് പ്രവർത്തിക്കുന്നു. വിശ്വസിക്കുക. ഇന്നു മുതൽ നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങൾക്ക് മുമ്പേ ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ഒരു ദൂതൻ ഉണ്ടാകട്ടെ. ആ ദൂതൻ്റെ പിന്നാലെ പോയാൽ മതി. പ്രാർത്ഥിക്കുന്ന സഭയുണ്ടെങ്കിൽ, വിശ്വസിക്കുന്ന പത്രോസ് ഉണ്ടെങ്കിൽ, ചലിക്കുന്ന ദൂതന്മാർ ഇറങ്ങിയിരിക്കും. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത് കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്കും അത്ഭുതങ്ങൾ കാണാൻ ഈ സെപ്റ്റംബർ മാസം തുറന്നു വരട്ടെ. അടഞ്ഞ വഴികളെല്ലാം തുറക്കട്ടെ. വലുത് സഫലമായ വാതിലുകൾ തുറന്നു വരട്ടെ. പോകുന്നിടത്തെല്ലാം അവർക്ക് പ്രയോറിറ്റി ഉണ്ടാകട്ടെ, മുൻഗണനകൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനേക യാത്രകൾ, വർഷങ്ങളായി വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്തവർക്ക് പെട്ടെന്ന് വാതിലുകൾ തുറക്കട്ടെ. വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. കുടുംബമായിട്ട് അത് ലഭിക്കട്ടെ. എല്ലാ മേഖലകളിലും അത്ഭുതം സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് ചലിക്കണമേ. ഇവർ പോകുന്നിടത്തെല്ലാം ഇവരോട് കൂടി ഇരിക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. ഞാൻ പറഞ്ഞതുപോലെ ഈ നവംബർ മാസം ഇന്നുവരെ കാണാത്ത വലുത് സഫലമായ വാതിലുകൾ തുറന്നു വരുന്നത് നിങ്ങൾ കാണും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.
നാളെ ഞായറാഴ്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം നമുക്ക് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് ഈ പുതിയ മാസത്തിലെ ആദ്യത്തെ സഭായോഗമാണ്. നിങ്ങൾ വരണം. വ്യക്തിപരമായി നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കാനൊക്കെ താല്പര്യപ്പെടുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. Mercy.